ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ സാന്ത്വന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്നേഹാദരോടുകൂടി വന്ദനം. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 16 വചനങ്ങൾക്കകത്ത് യേശു പറഞ്ഞൊരു കഥയുണ്ട്. മുന്തിരിത്തോട്ടത്തിലേക്ക് വ്യത്യസ്തമായ സമയങ്ങളിൽ വേലക്കാർ കടന്നു വരികയും വേല ചെയ്യുകയും അവർക്ക് കൂലി കൊടുക്കുകയും മൊത്തത്തിലൊരു തർക്കവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കഥ. വേലയും വേലക്കാരും അവരുടെ വേതനവും കൂലിയും ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് ഇത്. ഈ കാലത്തെയൊക്കെ പരിസ്ഥിതി പറഞ്ഞാൽ സമരമുറകളിലൂടെ കാര്യങ്ങളിൽ നടക്കുന്നു. എപ്പോഴും നീതിയും ന്യായവും ഒന്നും കിട്ടാതെ പോകുന്നു, കൊടുക്കുന്നില്ല, കൊടുക്കാതെ പോകുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഒരു വശത്തൂടെ ഒഴുകുന്നു. യേശു പറഞ്ഞ കഥയിലൊരു കാർഷിക ഉടമയും കുറേയധികം വേലക്കാരുമാണ്. നമ്മുടെ ഈ കാലത്തെ പോലെ അവിടുത്തെ അക്കാലത്തെ കാർഷിക പശ്ചാത്തലത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതൊന്നും മനസ്സിലാക്കുന്നില്ല. മുന്തിരിയുടെ കൃഷിയായിരുന്നു, മുന്തിരിത്തോട്ടമായിരുന്നു ഈ കാർഷിക ഉടമയ്ക്കുണ്ടായിരുന്നത്. മുന്തിരിയുടെ വിളവെടുപ്പ് ഓഗസ്റ്റ് മാസം ഏകദേശം ഒരു പകുതി മുതൽ സെപ്റ്റംബർ ആദ്യം വരെയാണ് മുന്തിരിയുടെ വിളവെടുപ്പ്. അതുകൊണ്ടാണ് പരിശുദ്ധ മാതാവിനെ ഓഗസ്റ്റ് 15 പെരുന്നാളുണ്ട് സുറിയാനി സഭ കൊണ്ടാടുന്നത്. വാങ്ങി പെരുന്നാൾ അല്ലെങ്കിൽ ശൂന്യമായ പെരുന്നാൾ എന്ന് പറയും. അതോടൊപ്പം മുന്തിരി തണ്ടുകളെ പ്രതിയുള്ള പെരുന്നാളും കൂടി ഉണ്ട്. നമ്മളത് ഓർക്കാതെയും അറിയാതെയും അറിയപ്പെടാതെയും പോകുന്നതാണ്. വിശുദ്ധ കുർബാനയുമൊക്കെ ബന്ധപ്പെട്ട് മുന്തിരിച്ചാറിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മധ്യസ്ഥത കൂടിയാണത്. അങ്ങനെ ഒരു ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ ആദ്യ വാരം വരെയാണ് പൊതുവെ മുന്തിരിയുടെ വിളവെടുപ്പ്. അല്ലാത്ത പക്ഷം സെപ്റ്റംബർ പകുതിയോടെ ഒരു മഴ തുടങ്ങുകയും പഴങ്ങളൊക്കെ പൊഴിഞ്ഞ് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ മുന്തിരിത്തോട്ടങ്ങളിലും വിളവെടുപ്പ് ഏകദേശം ഒരേ കാലമായിരിക്കും. പണിക്കാരെ കിട്ടാനായിട്ട് പൊതുവെ അത്ര എളുപ്പമല്ല. എല്ലായിടത്തും നല്ല തിരക്കുള്ള സമയമായിരിക്കാം എന്നൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഈ കാലത്തെ പോലെ 4 മണിക്കൂറോ 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒന്നും ആയിരുന്നില്ല അക്കാലത്തെ അധ്വാനത്തിൻ്റെ ഒരു സമയം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കൃത്യം 12 മണിക്കൂറായിരുന്നു അധ്വാനം. അപ്പോൾ അക്കാലത്ത് ജോലിക്ക് തയ്യാറായ സന്നദ്ധരായ ആളുകൾ ഇങ്ങനെ കവലകളിൽ ഒരുമിച്ച് കൂടുകയും അവിടെ എത്തി ധാരണ പറഞ്ഞ് ജോലിക്കാരെയും കൊണ്ട് തോട്ടത്തിലേക്ക് പോകുന്ന രീതിയും സമ്പ്രദായം നിലനിന്നിരുന്നു. തീർച്ചയായിട്ടും ഈ കാർഷിക ഉടമ കൃത്യസമയത്ത് തന്നെ എത്തുകയും കുറേയധികം ആളുകളെ കണ്ടെത്തുകയും മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കായിട്ട് ഒരു ദനാറ, ഒരു ദിവസത്തെ കാര്യം കഷ്ടിച്ച് നടന്നു പോകുന്ന ഒരു തുകയാണ്. വലിയ മിച്ചമൊന്നുമില്ല. ഒരു കുടുംബത്തിന് ഒരു ദിവസം കഴിയാവുന്ന ഒരു കൂലിയായിട്ട് തന്നെ കണ്ടാൽ മതി. ഒരു നാണയം ദനാറ. ആ ദനാറയൊക്കെ പറഞ്ഞുറപ്പിച്ച് കൂലിക്കാരെ 6 മണിക്ക് തോട്ടത്തിലേക്ക് കയറ്റിവിടുകയാണ്. പിന്നീട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലത്തെ സമയം വെച്ച് പറഞ്ഞാൽ 9 മണിക്കും 12 മണിക്കും 3 മണിക്കുമൊക്കെ അലസരായിട്ട് പലയിടങ്ങളിൽ നിൽക്കുന്ന ജോലിക്കാരെ കണ്ട് മനസ്സിലെന്ന യജമാനൻ അവരെയും ഈ തോട്ടത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ഓരോ സമയത്തും എത്തിയവർ ഈ ജോലിയിൽ പ്രവേശിക്കുകയും അവർ ജോലി ചെയ്യുകയും ചെയ്യുന്നു. വൈകുന്നേരം 11 മണി, അതായത് വൈകുന്നേരം 5 PM ആവുമ്പോൾ പോലും ചില ആളുകൾ ആ തോട്ടത്തിൽ പണിക്കെത്തുന്നുണ്ട്. 6 മണിയായി, പണി അവസാനിച്ചു. ഓരോരുത്തർ കൂലി കൈപ്പറ്റി മടങ്ങിപ്പോകാനുള്ള സമയം അവസരമാകുന്നു. ഈ അവസാനം വന്നവർ 11 മണി നേരത്ത് വന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ 5 PM വന്ന ആളുകളാണ് ആദ്യം കൂലി വാങ്ങാനായിട്ട് എത്തിയത്. അവർക്ക് ഒരു ദനാറ കിട്ടി. അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ വലിയൊരു ലോട്ടറി ആയിരുന്നു അത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. 12ൽ 1 കിട്ടേണ്ട സ്ഥാനത്ത് ഒരു ദനാറയുടെ 12 ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രം അർഹപ്പെട്ട ഒരു കൂലിയുടെ സ്ഥാനത്ത് മുഴുവത്തോടെ അത് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ലായിരുന്നു. ആദ്യം വന്നവരുടെ ഊഴമനുസരിച്ച് അവരും ഒരു നാണയം കൈപ്പറ്റി കഴിഞ്ഞപ്പോൾ അവരാകെപ്പാടെ വിഷമിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ പകലത്തെ വെയിലും വിയർപ്പും കൊണ്ട് മുഴുവൻ സമയം അധ്വാനിച്ച ഞങ്ങൾക്ക് ഈ അവസാനം 1 മണിക്കൂർ അധ്വാനിച്ചവരോടൊപ്പമായി ഞങ്ങളെ പരിഗണിച്ചല്ലോ എന്നുള്ള ഒരു അസ്വസ്ഥത കൊണ്ട് അവർ വീട്ടുടമസ്ഥനോട് പിറുപിറുക്കുകയാണ്. അപ്പോൾ ഈ കാർഷിക ഉടമ അവരോട് പറഞ്ഞതിന് മറുപടി, സ്നേഹിത, ഞാൻ നിന്നോട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു അനീതിയും പ്രവർത്തിച്ചിട്ടില്ല. ഒരു ദനാറയല്ലേ നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച തുക. നിനക്ക് അവകാശപ്പെട്ട നിനക്ക് കിട്ടിയില്ലേ, നീ ഇത് വാങ്ങി മടങ്ങിപ്പോവുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ കൊടുക്കുവാനാണ് എനിക്കിഷ്ടം.
എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലയോ? ഞാൻ നല്ലവനായതിൽ നീ എന്തിന് അസൂയപ്പെടുന്നു? അപ്പോൾ കാർഷിക ഉടമയുടെ മറുപടി വളരെ യുക്തിസഹമാണ്. കാരണം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ പണം ചെയ്യാൻ പറ്റും. നിന്നോട് ഞാൻ പറഞ്ഞുറപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു വിധത്തിലും വ്യത്യാസം വരുത്തുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഉപമയുടെ ഒരു പശ്ചാത്തലം. പക്ഷേ ഇങ്ങനെ ഒരു ഉപമ യേശു പറയാനുള്ള സാഹചര്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പുറകോട്ട് കൂടി നമ്മൾ വായിക്കണം. നമ്മുടെ സ്ലീഹന്മാരുടെ സംഘത്തിൽ പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ സകലതും ഉപേക്ഷിച്ചു നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ ഒടുവിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ളൊരു ചോദ്യം പത്രോസിൻ്റെ മനസ്സിനെയും പത്രോസിനൊപ്പമുള്ള പ്രിയപ്പെട്ട ശിഷ്യന്മാരെയൊക്കെ ഭാരപ്പെടുത്തുന്നു. യഹൂദ മതത്തിലെ ഒരു പരീശന്മാരെന്ന് പറയുന്നൊരു വിഭാഗം, അവർക്കൊരു വിചാരമുണ്ടായിരുന്നു. എന്താ? ന്യായപ്രമാണത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് ഞങ്ങൾ, ന്യായപ്രമാണത്തെ കൃത്യമായി പാലിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരുമാണ്. അങ്ങനെയാകുമ്പോൾ ദൈവം അവർക്ക് കൂടുതൽ പരിഗണന, കൂടുതൽ കൃപകൾ കൊടുക്കും. ചില അവകാശവാദങ്ങൾ ഉണ്ട്, ചില കൂടുതൽ ലഭിക്കാനായിട്ടുള്ള ഒരു യോഗ്യത ഞങ്ങൾക്കുണ്ടെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു പരീശന്മാർ. അപ്പോൾ അവർ യേശു ആവട്ടെ ആ ഒരു അമിത പരിഗണന അവർക്ക് കൊടുക്കാതെ ദരിദ്രരുടെ പക്ഷം പിടിച്ചാണ് ജീവിച്ചതും പ്രവർത്തിച്ചതും. അങ്ങനെ ഒരു വിഷയം കൂടെ ഓർക്ക് നല്ലതാണ്. അപ്പോൾ ആ ഒരു പരാതി യേശു പറഞ്ഞ കഥയുടെ പശ്ചാത്തലവും തമ്മിലുള്ള സാമ്യം അതാണ്. മാത്രമല്ല യഹൂദജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവവുമായി ഒരു ഉടമ്പടി, ദൈവം ഈ സ്വന്തം ജനവുമായി ഇസ്രായേൽക്കാരുമായിട്ട് ഉടമ്പടിയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ വിശേഷപ്പെട്ട വിഭാഗമാണ് ഞങ്ങളെന്ന് അവർ കരുതി യേശു എന്ന് പറയുന്ന ആൾ ജീവിച്ചത്, ഒപ്പം പ്രവർത്തിച്ചത്, ഒപ്പം കൊണ്ടു നടന്നവരൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ തങ്ങൾക്ക് കിട്ടാവുന്ന പരിഗണന തന്നുമില്ല, സാധാരണക്കാർക്കൊപ്പമാണ് തങ്ങളെ പരിഗണിക്കുന്നതെന്നുള്ള ഒരു വലിയ പരാതി യഹൂദന്മാരുടെ മുതിർന്ന വിഭാഗത്തിൻ്റെ ഇടയിലുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കഥ യേശു പറയുന്നത് കൂടി നമുക്കൊന്ന് ഓർക്കാം. അപ്പോൾ ആദ്യം മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പ്രവേശിച്ചവരാണ് പരാതിയും സങ്കടവും പറയുക. ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ സംഭവത്തിനകത്ത് കുറച്ച് ന്യായമുണ്ട്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ 12 മണിക്കൂറിൻ്റെ കഠിനമായ അധ്വാനം, വെയിൽ, വിയർപ്പ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നവർ ഈ അവസാനം വന്ന 1 മണിക്കൂർ മാത്രം അധ്വാനിച്ചവരുമായിട്ട് തുല്യരായി പോയതിനൊരു ഖേദവും പരാതിയും ക്ഷോഭവും ഒക്കെ അവർ പങ്കുവെക്കുകയാണ്. ഇനിയും ഇവർ എന്തൊക്കെയാണ്, യജമാനൻ ഇവരോടൊരു കുറവ് വരുത്തിയോ? യജമാനൻ പറയുന്ന ന്യായം വളരെ കറക്റ്റല്ലേ? പുലർച്ചെ നിങ്ങളും ഞാനും ധാരണയിലെത്തിയത് എന്താ? ഒരു ദനാറ 12 മണിക്കൂർ അധ്വാനം, അതിനകത്ത് ഞാൻ അല്പമെങ്കിലും കുറയ്ക്കുകയോ പിടിച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളിങ്ങനെ മുദ്രാവാക്യം വിളിക്കാനും സമരം ചെയ്യാനും കയർക്കാനും തർക്കിക്കാനും മുതിരുന്നതിനകത്ത് അർത്ഥമുള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്? തങ്ങളോട് പറഞ്ഞുറപ്പിച്ച ഒരു ദിവസത്തെ കൂലി, ഒരു ദനാറ അല്ലെങ്കിൽ ഒരു നാണയം തങ്ങൾക്ക് കിട്ടി, അതിലവർ സംതൃപ്തരാണ്. പിന്നെ എപ്പോഴാണ് അസ്വസ്ഥതയെ ആരംഭിച്ചതും പ്രശ്നം ആരംഭിച്ചതും? അവർ 11-ാം മണി നേരത്ത് നമ്മുടെ ഈ കാലത്തെ 5 PM വന്നവരെ കുറിച്ച് ഓർത്തപ്പോൾ, വന്നവർക്ക് യജമാനൻ കൊടുത്തതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അസ്വസ്ഥതയായി. അപ്പോൾ നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ദൈവ കൃപ, അതിലൊക്കെ നമ്മൾ സംതൃപ്തരും സന്തോഷം അനുഭവിക്കുന്നവരുമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ എവിടെയാണ് പ്രശ്നം? മറ്റുള്ളവർക്കും ദൈവം കൃപ കൊടുക്കുമ്പോൾ നമ്മുടെ മകനോ മകളോ ജയിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷം എപ്പോഴാണ് പതറിപ്പോവുകയും ഇല്ലാതായി പോവുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അടുത്ത വീട്ടിലെ കൊച്ചിനും വിജയം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മറ്റുള്ളവർക്കും ദൈവം കൃപകൾ കൊടുത്തു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത നിസ്സാരം. നെഗറ്റീവായ ചിന്തകൾക്ക് അടിമപ്പെട്ട് പോകുന്നു ഈ ആരംഭ സമയത്ത് തോട്ടത്തിൽ ജോലിക്ക് പ്രവേശിച്ച ആളുകൾക്ക്. കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാമാരും. എന്താണ്? വൈകിയും മാത്രം ലഭിച്ച ആളുകളുണ്ടല്ലോ, ഈ 11-ാം മണി നേരത്ത് വന്നവർ. അവർക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള വിചാരം ഇവർക്ക് ആകാമായിരുന്നു. കാരണം ഒരു ദിവസം കഷ്ടിച്ച് ജീവിക്കാനുള്ളതാണ് ഒരു ദനാറയെങ്കിൽ ആ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും കൂടി ജീവിക്കാൻ അർഹമായത് മാത്രമായത് എന്ന് ചിന്തിക്കാമായിരുന്നു. അപ്പോൾ ഗ്രഹനാഥൻ്റെ ഉദാര മനസ്കതയും ആ ഉത്തമ സ്വഭാവവും ഒക്കെ തങ്ങളെ കുറെ കൂടി സന്തോഷിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. പിന്നെ വേറൊരു വിചാരം കൂടി ഉണ്ട് കേട്ടോ.
ഒരു 12 മണിക്കൂർ ജോലി സമയമാണ് അക്കാലത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എല്ലാ മനുഷ്യർക്കും ഒക്കെ ഈ 12 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുമോ? വൈകല്യങ്ങളുള്ള ആളുകളുണ്ട്, ആരോഗ്യത്തിൽ പോരായ്മകളുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് 12 മണിക്കൂറും അധ്വാനിച്ചേ മതിയാവൂ എന്ന് അത്തരത്തിൽ അധ്വാനിക്കുന്നവരും ആരോഗ്യമുള്ള ആളുകളും വാശി പിടിക്കുന്നത് നല്ലതല്ല. ഇന്ന് എല്ലാവർക്കും ഭൂമിയിലെ ജീവിത ചെലവ് ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ദുർബലരെ കുറെ കൂടി പരിഗണിക്കുവാനും അവർക്ക് വേണ്ടി ചില ഇളവ് ചെയ്തു കൊടുക്കുവാനും ആരോഗ്യമുള്ളവർക്ക്, ബലമുള്ളവർക്ക്, സമ്പന്നർക്കൊക്കെ ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ് യേശു പറഞ്ഞ കഥയുടെ ഏറ്റവും വലിയ കാര്യം. വലിയൊരു കാര്യമാണ്, നിസ്സാരമായൊരു കാര്യമല്ല. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ ഇവർ ദുർബലരാണ്, അതുകൊണ്ട് ഇവർ ഭൂമിയിൽ ജീവിക്കുകയേ വേണ്ട, പട്ടിണി കിടന്ന് ചത്തോട്ടെ എന്നുള്ള നിഗമനത്തിലെത്താതെ അവർക്കാവുന്നത് അവർ ചെയ്യുകയും എന്നാൽ എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു കൂലി കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. യേശുവുമായി ബന്ധപ്പെട്ടൊക്കെ യേശു കൈമാറാൻ ആഗ്രഹിച്ച മൂല്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇതൊന്നും ഇന്നില്ലാതായി പോകുന്നുള്ളതാണ്. പിന്നെ ദൈവവുമായിട്ട് നാമും ഒരു ഉടമ്പടി ചെയ്തവരാണ്. അതെന്നെ ആദ്യത്തെ വേലക്കാർ ആ യജമാനനുമായിട്ടൊരു ധാരണയെത്തിയതുപോലെ ദൈവവുമായിട്ട് നമ്മൾ ഓരോ ധാരണയിലെത്തിയവരാണ്. സാത്താനെ ഉപേക്ഷിക്കുന്നു, മശീഹായെ സ്വീകരിക്കുന്നു എന്ന മാമോദീസ നേരത്ത് നമ്മൾ ഉടമ്പടി ചെയ്തു. യേശുവിൻ്റെ തിരുശരീരം തിരുരക്തം അനുഭവിക്കുക, വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിൻ്റെ ഓരോ നിമിഷവും നേരവും നമ്മൾ ആ ഉടമ്പടി പുതുക്കുന്നു. അപ്പോൾ ദൈവവുമായിട്ട് വലിയൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ട നമ്മൾ ആ ഉടമ്പടി എന്തുമാത്രം പാലിച്ചു ജീവിക്കുന്നു എന്നുള്ളതും ആ ഉടമ്പടി എന്തുമാത്രം നമ്മൾ ലംഘിക്കുന്നു എന്നുള്ളതും ഒന്ന് തിരിച്ചറിയണ്ടേ? നിസ്സാരമല്ലല്ലോ. അപ്പോൾ നമ്മൾ ഹൃദയമില്ലാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. യേശു തമ്പുരാൻ പോലും പറഞ്ഞു, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, കാതുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല, ഹൃദയമുണ്ടായിട്ടും നിങ്ങൾ സൂക്ഷിക്കുന്നില്ല, സംഗ്രഹിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേയും കൂടെ ഹൃദയം കൊണ്ട് ജീവിക്കുവാനായിട്ടൊരു ശ്രദ്ധ ജീവിതത്തിൽ ആവശ്യമാണ്. ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. എന്താ പറയുക, കാഴ്ചയില്ലാത്ത, കേൾവിശക്തി ഇല്ലാതെ ജീവിച്ച ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയൊക്കെ നമ്മളെ ഒരുപാട് പോസിറ്റീവായ ചിന്തകളിലേക്ക്, ധാരണകളിലേക്കൊക്കെ എത്തിക്കും. ഹെലൻ കെല്ലറിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കുവാൻ കണ്ണോ കാതോ ആവശ്യമില്ല, ഹൃദയം മാത്രം മതി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കുവാൻ കണ്ണോ കാതോ ആവശ്യമില്ല, ഹൃദയം മാത്രം മതി എന്ന് പറഞ്ഞ ഹെലൻ കെല്ലറെ നമുക്കൊന്ന് ഓർക്കുന്ന നല്ലതാണ്. അപ്പോൾ ദൈവവുമായിട്ട് ഒരു നല്ലൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഉടമ്പടി ലംഘിക്കാതെ അവസാനം വരെ പരിപൂർണമായ വിധത്തിൽ പാലിക്കുവാനായിട്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുതെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പറയുന്നുണ്ട്, നമ്മൾ ഗ്രഹവിചാരകന്മാരാണെന്നുള്ള വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോൾ ഗ്രഹവിചാരകന്മാരായിരുന്ന നമ്മൾ അത് മറന്ന് ജീവിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഈ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുക. ഗ്രഹവിചാരകന്മാർ വിശ്വസ്തനായിരിക്കണമെന്നുള്ള ഒരു ഭാഗം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗ്രഹവിചാരകന്മാർ വിശ്വസ്തയോടെ ജീവിപ്പാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രഹവിചാരകന്മാർക്കൊക്കെ വിശ്വസ്തത ആവശ്യമാണ്. ഉടമ്പടിയിൽ ഏർപ്പെട്ടവരാണ് എന്ന് ദൈവവുമായിട്ട് ആ ഉടമ്പടി നിരന്തരം പുതുക്കുവാനും ബാധ്യസ്ഥരാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പോയാൽ ദൈവകൃപയെ പറ്റിയുള്ള ഒരു അവബോധം ഇല്ലാതായി പോയി. ദൈവകൃപ ലഭിച്ചവരാണെന്നുള്ള അവബോധത്തിലേക്ക് നമ്മൾ എത്തിയേ മതിയാകും. 11-ാം മണി നേരത്ത് വന്നവരെ വെറുതെ ഒന്ന് ഓർക്കുക. 11-ാം മണി നേരത്ത് വന്നവരെ അവരെന്തായിരിക്കാം പ്രതീക്ഷിച്ചിട്ടുള്ളത്? അവർ പ്രതീക്ഷിച്ച് നമ്മൾ ആരംഭഭാഗത്ത് തന്നെ പറഞ്ഞു 12-ൽ 1 അക്കാലത്തെ ഒരു 12 മണിക്കൂർ സമയത്തെ അധ്വാനത്തിന് ഒരു ദിവസം കൈമാറി കൊടുക്കുന്ന ഒരു ദനാറയുടെ 12 ഭാഗത്തിൽ 1 മാത്രമാണ് അവസാനത്തെ 1 മണിക്കൂർ അധ്വാനിക്കാനായിട്ട് അവസരം കിട്ടിയവർക്ക് അവകാശപ്പെട്ടത്. അപ്പോൾ 12-ൽ 1 കയ്യിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിലും ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളപ്പോൾ ഒരു പൂർണ്ണ നാണയം അവർക്ക് കൈ കിട്ടുമ്പോൾ അതിൽ 12-ൽ 11 അർഹതയ്ക്കപ്പുറത്തുള്ളതാണെന്ന് ഓർത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ടാവാം? ശരിക്കും പറഞ്ഞാൽ നിലവിളിച്ചിട്ടുണ്ട്, സംശയമില്ല. അവൾ അതിനപ്പുറത്തുള്ളത്
അർഹതയ്ക്കപ്പുറത്തുള്ളതാണെന്നുള്ള ധാരണയിൽ അവർ തീർച്ചയായിട്ടും നിലവിളിച്ചിട്ടുണ്ട്, സംശയമില്ല. അപ്പോൾ ദൈവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നൽകുന്ന കൃപകളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ ജീവനും ആരോഗ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള ഒരു ധാരണ നമുക്ക് വിട്ടണ്ടേ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇന്ന് നമുക്കൊപ്പമുള്ള ആരോഗ്യവും ജീവനെയൊക്കെ അതിൻ്റെ ഉടയവന് തമ്പുരാന് മടക്കിയെടുക്കാനായിട്ട് നമ്മുടെ അനുവാദമോ നമ്മളെ അറിയിക്കേണ്ട ബാധ്യത പോലുമില്ല. അപ്പോൾ ആ ഒരു വിചാരം നമ്മളെ കുറേ കൂടി ലഭിച്ച കൃപകളെ തിരിച്ചറിയാനായിട്ട് വിനയമുള്ള കൃതജ്ഞതയുള്ള മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തണം. മരണത്തെ വെറുതെ ഒന്ന് ഓർത്താൽ മതി. എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് മരണം. അതിനെ ഓർത്താൽ മതി. മരണം ഒരു വെല്ലുവിളിയാണ്. സമയം പാഴാക്കരുതേ എന്ന് അത് നമ്മളോട് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. സമയം ഒരു വിധത്തിലും അലസമാക്കി പാഴാക്കി കളയരുതേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പരസ്പരം സത്യം പറയണമെന്ന് അത് നമ്മളെ ഉപദേശിക്കുന്നു. പരസ്പരം കുറെ കൂടി സത്യത്തിൽ ജീവിക്കണമെന്ന് മരണം നമ്മളെ എപ്പോഴും ഉപദേശിക്കുന്നു. നമ്മൾ സ്നേഹം പങ്കുവെക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷം എല്ലാവരെയും അറിയിക്കുവാനായിട്ട് മരണം ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ സ്നേഹം പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കാനായിട്ടും ഈ മരണം നമ്മളെ നിർബന്ധിക്കുന്നു. ഓർത്തു നോക്കുക, മരണം ജീവിതത്തിലെ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. സമയം പാഴാക്കരുതേ എന്ന് അത് നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം സത്യം മാത്രം പരസ്പരം പറയാനായിട്ട് അത് നമ്മളെ നിർബന്ധിക്കുന്നു. നമ്മളിപ്പോഴും എപ്പോഴും സ്നേഹമാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അറിയിക്കാനായിട്ട് അത് നമ്മളെ നിർബന്ധിക്കുന്നു. അപ്പോൾ അത്തരം ഒരു മരണ അവബോധത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ദുർബലരോട് കുറെ കൂടി കനിവ് പുലർത്താൻ നമുക്ക് പറ്റും. കിട്ടിയതിന് മീതെ സന്തോഷം കണ്ടെത്താൻ പറ്റാതെ തന്നവന് മീതെ കയർക്കുന്നൊരു സ്വഭാവത്തിലേക്കും ഒരു തർക്കത്തിലേക്കുമൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ നമുക്ക് ഇത്തരമൊരു നാണയം നേടാൻ പാകത്തിന് തൊഴിൽ കിട്ടിയേ മതിയാവും. ആ ഒരു ഓർമ്മയില്ലാതാവുന്നു പലർക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഒരു കാഴ്ചയുടെ അഭാവത്താലാണ്, സ്നേഹത്തിൻ്റെ അഭാവത്താലും ഹെലൻ കെല്ലർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഹൃദയത്തിൻ്റെ ജീവനില്ലായ്മയുടെയും ഒക്കെ പരിണിത ഫലങ്ങളായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ അവരവരുടെ കുറവുകളെയൊക്കെ തിരിച്ചറിയാനായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ. എനിക്കറിയാം കുറേ കുറവുകൾ എന്നിലുണ്ടെന്ന്, എന്നാൽ എനിക്കറിയാൻ മേലാത്ത മറ്റുള്ളവർക്കറിയാവുന്ന കുറേ കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആരും പരിപൂർണരല്ല. ആ ഒരു ധാരണയൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. നമ്മളാരും പരിപൂർണരല്ല നമ്മൾ തിരിച്ചറിയണം. പിന്നെ എനിക്കറിയാവുന്ന എന്നാൽ മറ്റാർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതൊന്ന് എനിക്കറിയാം, മറ്റാർക്കും അറിയില്ല എന്നുള്ള മറ്റാർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ. രണ്ടാമത്തേത് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ മറ്റുള്ളവർക്ക് അറിയാവുന്ന കുറേ കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കണ്ടേ. എനിക്കറിയില്ല ചില കുറവുകളെക്കുറിച്ച് തന്നെ, പക്ഷെ മറ്റുള്ളവർക്കത് പിടികിട്ടുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള നല്ല സമ്പർക്കത്തിലൂടെയും സംസർഗത്തിലൂടെയൊക്കെ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും. എനിക്കും മറ്റുള്ളവർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാകും, ദൈവത്തിന് മാത്രമേ അറിയാവുന്നവ. അത് ദൈവവുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടാൽ മാത്രമേ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. എന്താണ് എൻ്റെ കുറവ്? നിത്യജീവനെ കിട്ടാനായിട്ട് ഒരു കുറവുമില്ല. ചെറുപ്പം മുതൽ ഞാൻ പ്രമാണങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹയുടെ സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് ഒരു യുവാവ് നിത്യജീവനെ നേടുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് യേശുവിൻ്റെ അടുത്തെത്തുമ്പോൾ യേശു പറയുന്ന ഭാഗമാണ് കൽപ്പന പാലിക്കുക. എൻ്റെ ചെറുപ്പം മുതൽ ഞാനിത് പാലിക്കുന്നുണ്ട്. അവനറിയില്ല അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത്. മറ്റുള്ളവർക്ക് ഒരു പക്ഷേ അറിയില്ല, പക്ഷെ യേശുവിന് അറിയാമായിരുന്നു. അപ്പോൾ എനിക്കും മറ്റുള്ളവർക്ക് അറിയാത്ത കുറേയധികം കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അത് ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ മാത്രമാണ് വെളിപ്പെട്ട് കിട്ടുക. അപ്പോൾ എനിക്കറിയാവുന്ന എന്നാൽ മറ്റാർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്കറിഞ്ഞുകൂടാത്ത മറ്റുള്ളവർക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്കും മറ്റുള്ളവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്കും മറ്റുള്ളവർക്കും അറിയാത്ത ദൈവത്തിന് മാത്രം നിശ്ചയമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ നേട്ടങ്ങളൊക്കെ നമ്മുടെ ഈ മുന്തിരിത്തോട്ടത്തിലെ അധ്വാനത്തിൻ്റെ ഫലമൊന്നും അല്ല. 12 മണിക്കൂറൊക്കെ അധ്വാനിപ്പാനായിട്ട് നമ്മളെ നിർത്തിയ തമ്പുരാൻ്റെ ഒരു കൃപയെ നമ്മളൊന്ന് ഓർക്കണ്ടേ. ഇനി വെറുതെ ഒരു സങ്കല്പത്തിന് യേശു പറഞ്ഞ ഈ കഥയ്ക്ക് കുറച്ചും കൂടി എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഈ കഥയെ യേശു നീട്ടിയിരുന്നെങ്കിൽ
11-ാം മണിയും കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് കഴിയുമ്പോൾ കുറച്ച് പേര് വന്നേനെ ഈ കഥ. എന്ന് വെച്ചാൽ 5:30 PM, ഒരു 5:30 മണിക്കൊക്കെ കുറച്ച് പേര് വന്നേനെ, അരമണിക്കൂർ സമയം മാത്രം അധ്വാനിക്കാനായിട്ട്. അവരോടപ്പോൾ ഈ 5 മണിക്ക് വന്നവരുടെ മനോഭാവം എന്തായിരിക്കും? തങ്ങളോട് ഒന്നും പറഞ്ഞ് ഒത്തിട്ടില്ല കൂലിയൊന്നും. 5 മണിക്ക് പണിക്ക് കയറാൻ വന്നവർ യജമാനെ മുഖത്ത് പോലും നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ അല്ലേ കൂലി പറഞ്ഞ ധാരണയാവുക, ഇഷ്ടമുള്ളത് തരട്ടെ, എന്തായാലും 12-ൽ 1 കിട്ടുമല്ലോ. അതുപോലും കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ അർഹതയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ തങ്ങൾക്ക് ശേഷം വന്നവർക്ക് അവരോട് അനുകമ്പ പുലർത്താനായിട്ട് ഇവർക്കും പറ്റണ്ടേ. തങ്ങൾക്ക് ശേഷം വന്നവർക്ക് യജമാനൻ ഒന്നും കൊടുത്തില്ലേ പോലും തങ്ങൾക്ക് കിട്ടിയത് തങ്ങൾ ചെയ്തതിനേക്കാളും അപ്പുറത്തുള്ളതായതിൽ അതിൻ്റെ ഒരു വിഹിതം കൊടുത്തെങ്കിലും മറ്റുള്ളവരെയും കൂടി പരിപാലിക്കാനായിട്ട്, അതായത് കയ്യിലുള്ള ഒരപ്പം ഒരാളുമായിട്ട് പങ്കുവെച്ച്. അപ്പോൾ 2 പേർക്കും പൂർണ്ണമായിട്ടും നിറയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ടില്ലെന്നല്ല, പക്ഷേ 2 പേർക്കും ഭാഗികമായിട്ട് നിറയുമെന്നുള്ള ഒരു വലിയ വിചാരത്തെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. 2 പേർക്കും പൂർണ്ണമായിട്ടും നിറയില്ല എന്നുള്ളൊരു സത്യമാണെങ്കിലും 2 പേർക്കും ഭാഗികമായിട്ട് തൃപ്തിയിലെത്താൻ പറ്റുമെന്നുള്ളതാണ് യേശുവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആരോഗ്യത്തെയും ജീവിതത്തിൻ്റെ ഈ ജീവനെയുമൊക്കെ ഒന്ന് ധ്യാനിക്കുമ്പോൾ മരണം ഒരു വെല്ലുവിളിയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവനവൻ്റെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളുമൊക്കെ യേശുവിൽ നിന്നും യേശു തന്ന കൃപകളിൽ നിന്നുമൊക്കെ നമ്മളെ അകറ്റുന്നുണ്ടെന്നുള്ള ധാരണയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്തെന്നറിയോ? തിരുത്താൻ പറ്റുന്നവയൊക്കെ തിരുത്താനായിട്ട് നീ എന്നെ ബലപ്പെടുത്തണം കർത്താവെ. ജീവിതത്തിൽ തിരുത്താൻ പറ്റുന്നവയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തുവാനായിട്ട് എന്നെ ഒന്ന് ബലപ്പെടുത്തണം. തിരുത്തുവാനാവാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിലെ കുറേ സങ്കടങ്ങളുണ്ട്, കുറേ പോരായ്മകളുണ്ട്. ഈ രൂപം ഒന്ന് മാറിക്കിട്ടണം, ശബ്ദം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ തിരുത്താൻ പറ്റാത്ത കുറേ കാര്യങ്ങളെ സ്വമനസ്സാലെ പരിഭവം കൂടാതെ അംഗീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, സ്വീകരിപ്പാനായിട്ട് ഇത് എന്നെ ഒന്ന് ഉയർത്തണം, ഉണർത്തണം. അതൊരു വലിയ പ്രാർത്ഥനയാണ്. ഒപ്പം ഇവ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം, അതായത് തിരുത്താൻ പറ്റുന്നവയും തിരുത്താനാവാത്ത കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ എനിക്ക് വിവേകം തരണം. നിസ്സാരമല്ലാത്തൊരു പ്രാർത്ഥനയാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വീണ്ടും ഒരു പ്രവേശനം ഉണ്ടാവുള്ളൂ. അത് രാവിലെ 6 മണിക്കായാലും 11-ാം മണി എന്ന് പറയുന്ന വൈകുന്നേരം 5 മണിക്കായാലും കൃതജ്ഞതയോടും അർപ്പണത്തോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയും കൂടി വേല ചെയ്യുവാനായിട്ടാണ് ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അവനവനെ തമ്പുരാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൈവം ഏൽപ്പിച്ച കുടുംബ അംഗങ്ങൾ, പ്രവർത്തന മേഖലകൾ, അവിടെയൊക്കെ നമ്മൾ എന്തുമാത്രം വിശ്വസ്തത, പ്രാർത്ഥനയൊക്കെ നിറഞ്ഞാണ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയൊക്കെ സൗരഭ്യം പരിസരത്തിൽ പടരുന്നുണ്ടോയെന്നൊക്കെ ഓർക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആ തമ്പുരാൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലയിലൂടെ നിർവൃതിയിലേക്കും തൃപ്തിയിലേക്കും എത്താനായിട്ട്, അതൃപ്തിയിൽ നിന്ന്, ക്ഷോഭത്തിൽ നിന്ന്, പരാതിയിൽ നിന്ന്, സമരമുറകളിൽ നിന്നൊക്കെ മാറി ഒരു തൃപ്തിയുടെ ലോകത്തിലേക്ക് എത്താൻ ഇവിടെ എല്ലാവർക്കും ജീവിക്കാനായിട്ട് അർഹതയും അവകാശമുണ്ട്. ദുർബലരും അംഗഹീനം സംഭവിച്ചവരും ബലഹീനർക്കുമൊക്കെ നിരാലർക്കുമൊക്കെ ജീവിക്കുവാനായിട്ട് ഇടമുണ്ടാകണം. അവർക്കും അവകാശമുണ്ടെന്നുള്ള ധാരണ ആവശ്യം. പിന്നെ യേശു പറഞ്ഞ ഈ കഥയിൽ നിന്ന് ഏറ്റവും വലിയ ഒരു സന്ദേശം, ഏത് സമയത്തും നമ്മൾക്ക് ഒത്തിരി അകന്നു പോയവരാണ്, നമ്മുടെ കുറവുകൾ കൊണ്ടും പോരായ്മകൾ കൊണ്ടും ഒക്കെ. എന്നാലും ഏത് സമയത്തിനും ഏത് യാമത്തിലും മടങ്ങി വരാൻ പറ്റുമെന്നുള്ള, അവൻ നമ്മളെ സ്വീകരിക്കുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടെ ഈ കഥയുടെ അവസാനമുണ്ട്. അവസാന യാമത്തിലാണല്ലോ തിരികെ വരിക. ക്രൂശിൽ കിടന്ന ഒരു കള്ളം പറഞ്ഞതുപോലെ നിൻ്റെ ആ മഹത്വത്തിൻ്റെ കാലത്ത് എന്നെ ഓർക്കണം. അപ്പോൾ യേശു പറഞ്ഞ മറുപടി, ഇന്ന് നീ എന്നോടൊപ്പം പർദീസയില്ല. ഇന്ന് നീ എന്നോടൊപ്പം പർദീസയില്ല. ഇന്ന്, നാളെയല്ല, ഇന്ന് മുതൽ. അപ്പോൾ അവസാന യാമത്തിലാണേലും ഒന്ന് തിരികെ വരാനായിട്ടുള്ള ഒരു ക്ഷണമുണ്ട്. അത്തരം ചില സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. അതാണ് ഈ യേശു പറഞ്ഞ കഥയുടെ ഏറ്റവും വലിയ മനോഹാരിത. അതുതന്നെ നമുക്ക് ഒരു അപകടമായിട്ട് മാറരുതെന്നേയും കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. ഈ അവസാന സമയം വരെയും സാധ്യതയുണ്ട്, സൗകര്യമുണ്ടെന്നുള്ള ധാരണയിൽ അവസാനം വരെ എന്നാൽ ഇങ്ങനെയൊക്കെ ഒരു തല്ലിപ്പൊളിയായിട്ട് ജീവിക്കാമെന്നുള്ള ധാരണ ഒഴിവാക്കണം. ഈ അവസാനമെന്നൊക്കെ പറയുന്നത്, മരണമെന്ന് പറയുന്നത് ജീവിതത്തിനകത്തൊരു വലിയ വെല്ലുവിളിയാണെന്ന് മറക്കാതിരിക്കുക. അതെപ്പോഴെങ്ങനെ വന്നു ഭവിക്കുമെന്ന് നിശ്ചയമില്ലാത്തതിനാൽ ഇപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് മനസ്സ് തിരിയുവാനും
തിരികെ എത്തുവാനുമുള്ള ഏറ്റവും നിർണായകമായ സമയമാണ്. 6 മണി കഴിഞ്ഞ് 6 PM കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് ആർക്കെങ്കിലും യജമാനൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ അവന് സാധിക്കുകയില്ല. അവനെ യജമാൻ എന്തുമാത്രം കരുണയുള്ള യജമാനനായിരുന്നാലും അവനെ ആ തോട്ടത്തിൽ പ്രവേശിപ്പിക്കത്തുമില്ല. അവൻ തോട്ടത്തിന് വെളിയിൽ നിൽക്കുമ്പോൾ ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്ന ആ വലിയ കഠിനമായ ശബ്ദം കേൾക്കേണ്ടി വരും. 12-ാം മണിക്കൂർ വരെയും കാത്തു നിൽക്കാതെ ഇപ്പോൾ 11-ാം മണിക്കൂറിലാണെന്നുള്ള ധാരണയിൽ യേശു എന്ന ജീവനിലേക്കും യേശു എന്ന പ്രകാശത്തിലേക്കും അവൻ വാഗ്ദാനം ചെയ്ത നിത്യരക്ഷയിലേക്കും പ്രവേശിപ്പാനായിട്ട് പ്രാർത്ഥനയോടെ തിടുക്കത്തിൽ എല്ലാവരും ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ആമേൻ.